ഈ രണാസുനെ കൊണ്ട് സഖി കെട്ടു. ചാനൽ തുറന്ന രണാസുന മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് മനസ്സിലായി കാണും, രേണു സുധി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി, അവളുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് വളരെ കുറച്ച് നാളുകളായി. ആ കുട്ടി അവളുടെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ആരും ആ കുഞ്ഞിനെ തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്തും തിരിഞ്ഞു നോക്കാൻ ആളില്ലായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് ആ കോവിഡ് കാലഘട്ടത്തിൽ അവർ കുറച്ച് നാൾ ഒരുപാട് കഷ്ടപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു. വീട്ടിന് വാടക പോലും കൊടുക്കാൻ പറ്റാതെ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോഴും ചാനലുകാരോ അല്ലെങ്കിൽ ഈ സുധി പോകുന്ന ചാനലുകാരും ആ വീഡിയോ കണ്ടിട്ട് പോലും ഒന്ന് സഹായിക്കാൻ ഒരു വ്യക്തികളും ഉണ്ടായില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ പുള്ളിക്കാരൻ മരണപ്പെട്ടു. ആ പുള്ളിക്കാരത്തെ നോക്കാൻ ആളില്ല, കുട്ടികളെ നോക്കാൻ ആളില്ല. ഒരു വീട് വെച്ച് കൊടുത്താൽ മാത്രം തിന്നാൻ പറ്റുമോ? വീട് ഉണ്ടെങ്കിൽ വയറ് നിറയുമോ? ഒരിക്കലും നിറയില്ല. ഭക്ഷണത്തിന് ഭക്ഷണം തന്നെ വേണം. ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ കാശ് വേണം. കാശുണ്ടാക്കണമെങ്കിൽ ജോലിക്ക് പോകണം. എന്താണ് നമുക്ക് പറ്റുന്ന ജോലി അത് നമ്മൾ ചെയ്തു തന്നെ ആകണമെങ്കിലേ കാശ് കിട്ടൂ. വീട്ടിൽ ഇരുന്നാൽ ഒരിക്കലും കാശുണ്ടാവത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡ് മരിച്ചു, കുട്ടികളെ നോക്കണം, അമ്മയെ നോക്കണം, ആ കുട്ടിക്കൊരു തുണ വേണം. അപ്പോൾ അതിൻ്റെ അച്ഛനും അമ്മയും അവരുടെ കൂടെ അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, അവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടാൻ പാടില്ല. കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഏത് ചാനൽ തുറന്നാലും ഒരു രണാസുന മാത്രമേ ഉള്ളൂ. ആ പെൺകുട്ടി ജീവിക്കട്ടെ. ഭർത്താവ് മരണപ്പെട്ടവരിനി എന്തോ മൂലയിലിരിക്കണോ? അതോ കഥ കടച്ച് വീട്ടിനകത്തിരിക്കണോ? അല്ല, അവർക്കും ജീവിക്കണം. പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ടൊക്കെ ഭർത്താവ് മരിച്ച ചിതയിൽ ചാടി മരിക്കും. ഇല്ല എന്നുണ്ടെങ്കിൽ അവർ വെള്ള സാരി ഉടുത്ത് പൊട്ട് ഉപയോഗിക്കത്തില്ല, പൂ ഉപയോഗിക്കത്തില്ല, സൗന്ദര്യപരമായ ഒന്നും അവർ മേക്കപ്പുകളെല്ലാം ഒഴിവാക്കി വെള്ള സാരി ഉടുത്തവർക്ക് എന്തിനാ? കല്യാണം കഴിച്ചു, ഇന്ന് ആദ്യ രാത്രി, ഇന്ന ദിവസം ഭർത്താവ് മരിക്കുന്നു, അന്ന് മുതൽ അത് വിധവയാവണോ? ഇത് എവിടുത്തെ ന്യായമാണ്? ഇതൊക്കെ മനുഷ്യരുണ്ടാക്കിയ ന്യായങ്ങളാണ്. ഇതിലൊന്നും ഞാൻ യോജിക്കുന്നില്ല. മനുഷ്യനായി ജീവിക്കുക, തെറ്റ് ചെയ്യാതെ കണ്ട് നല്ല പ്രവൃത്തികൾ ചെയ്ത് മനുഷ്യനായി ജീവിക്കുക. ആ രണാസുനെ ഇങ്ങനെ ആക്കിയത് നിങ്ങളിൽ പലരുമാണ്. ഈ ട്രോളുന്ന ആൾക്കാരിൽ പലരുമാണ് രണാസുനെ അങ്ങനെ ആക്കിയത്. കാരണം അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് മനസ്സിലാവും. ചാനൽ വീഡിയോ എന്ന് പറയുന്നത് ഇത്തിരി ഉണ്ടെങ്കിൽ ഇത്രയാക്കുന്നതാണ് ചാനൽ വീഡിയോ. കാരണം അവർക്ക് റീച്ച് കിട്ടണം, അവർക്ക് പൈസ ഉണ്ടാക്കണം. അപ്പോൾ ആ ചാനലിൽ കൂടെ വൾഗറായിട്ട് വളരെ പലതും പറഞ്ഞാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഒരു കാലത്ത് 10-45 ചാനലിൽ വൈറലായ ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് എന്നോട് ചോദിക്കാതെ എൻ്റെ വീഡിയോസ് ഞാൻ അറിയാണ്ട് സ്വന്തമായി എഴുതി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അത് വായിച്ച് ചാനലിലിട്ട വ്യക്തികളും ഉണ്ട്. പല കള്ളത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല, സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ. അതുകൊണ്ട് ചാനലുകാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം അവരെന്താണ് ചെയ്യണമെന്നുള്ളത്. അവർക്ക് റീച്ച് ഉണ്ടാക്കണം, കാശുണ്ടാക്കണം, ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഒരു കുടുംബം നശിച്ചാലോ നന്നായാലോ അവർക്കറിയേണ്ട കാര്യമില്ല. അവരുടെ കുടുംബത്തിന് പട്ടിണി കൂടാതെ ആഹാരം കൊടുക്കണം. അതിനുവേണ്ടി കണ്ടവരെ വേദനിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കണ്ടവരെ നശിപ്പിച്ചുകൊണ്ട് ഇവർക്ക് രക്ഷപ്പെടണം. അതാണ് ഈ ചാനലുകാരന്മാരെന്ന് പറയുന്നത്. ഈ ചാനലുകാരന്മാർ തന്നെയാണ് ആ പെണ്ണിനെ ഇങ്ങനെ ആക്കിയത്. ആ പെണ്ണൊരു പാവപ്പെട്ട പെണ്ണായിരുന്നു. എട്ടും പൊട്ടും തിരിയാത്തൊരു പാവപ്പെട്ട പെണ്ണ്, ശാന്തമായി അല്ലെങ്കിൽ ഒരു ഭവ്യതയോടുകൂടി ജീവിച്ചുകൊണ്ടിരുന്നൊരു പെണ്ണ്. അവളെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞാൽ അവൾക്ക് ജീവിക്കണ്ടേ? അവൾക്കറിയാവുന്നൊരു തൊഴിൽ അല്ലെങ്കിൽ ദൈവം കൊടുത്തതായിരിക്കാം ചിലപ്പോൾ ഒരു അഭിനയം. അതിലവൾ കയറി വന്നപ്പോൾ നിങ്ങൾ തന്നെയാണ് അവരെ ട്രോളി ഇമ്മാതിരി വൈറലാക്കി. നിങ്ങൾ ട്രോളുമ്പോൾ ഈ ആൾക്കാരെന്താണ് ചിന്തിക്കണമെന്നറിയോ? അവളുടെ അക്കൗണ്ടിൽ ഒരുപാട് റീച്ചുണ്ട്, മറ്റുള്ളവർ ട്രോളുന്നുണ്ട്, അവളെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചാൽ എൻ്റെ കട റീച്ചാവും. ഇതാണ് ഈ ആൾക്കാർ ചിന്തിക്കുന്നത്. അല്ലാതെ അവളുടെ സൗന്ദര്യം കണ്ടിട്ടോ അവളുടെ വേറൊന്നും കണ്ടിട്ടോ ഒന്നും അല്ല ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഈ ആൾക്കാർ വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം? അക്കൗണ്ട് അവർ സെർച്ച് ചെയ്യും. അക്കൗണ്ട് സെർച്ച് ചെയ്യുമ്പോൾ അതിൽ റീച്ച് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ വിളിക്കും. അവർക്കും പൈസയാണല്ലോ ആവശ്യം. ഒരു ബ്യൂട്ടി പാർലർ ഓപ്പൺ ചെയ്തു, അവർക്കവിടെ ആൾ വരണമെന്നുണ്ടെങ്കിൽ രണാസുനെ പോയി ഉദ്ഘാടനം ചെയ്ത് ആൾ വരും. കാരണം അപ്പം തന്നെ ട്രോളന്മാരുണ്ടല്ലോ. ഇന്നത്തെ കാലത്ത് കുടിക്കാത്തവരാരാ? സിഗരറ്റ് വലിക്കാത്തവരാരാ? മാന്യന്മാരായിട്ട് ആരാണുള്ളത്? ഒരു പാക്ക് ഉപയോഗിക്കാത്തവരാരാണ്? കഞ്ചാവും ബ്രൗൺ ഷുഗറും പല മയക്കുമരുന്നുകളും ഉപയോഗിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ് ഇന്നത്തെ കാലത്ത് കൊച്ചു പിള്ളേർ വരെ, അല്ലേ? നമ്മൾ ഈ നാട്ടിലല്ലേ ജീവിക്കുന്നത്, ഇതൊക്കെ കണ്ടല്ലേ നമ്മൾ വളരുന്നേ. രണാസുന മാത്രമല്ലല്ലോ കുടിക്കുന്നത്. അവൾ പബ്ലിക്കായിട്ട് അവൾ പറയുന്നുണ്ട് ഞാൻ കഴിക്കാറുണ്ട്. അത് അവളുടെ മാന്യത അവൾ പറഞ്ഞത്. എന്തിനാ ഒളിച്ചു വയ്ക്കണം? ഈ ലോകത്തൊരു നോട്ടം കൊണ്ട് പോലും തെറ്റിയാത്ത മനുഷ്യരില്ല. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കഴിക്കാറുണ്ട്, ഞാൻ 2 അടിക്കാറുണ്ട്, അതിനിപ്പോൾ എന്താ? ശരിയാ, ഞാനും അടിക്കാറുണ്ട്, അതിനിപ്പോൾ എന്താ? അടിച്ചാൽ എന്താ കുഴപ്പം? കഴിക്കുന്നവനായാലും കഴിക്കാത്തവനായാലും സ്വന്തം വീട് അവനറിയാമോ? അപ്പോൾ അവൻ കാണിക്കുന്നതെല്ലാം പക്ക അഭിനയമാണെന്നാണ് പറയുന്നത്. നല്ല പച്ച മടൽ വെട്ടി 4 കൊടുക്കാന്നുണ്ടെങ്കിൽ അവൻ അവൻ്റെ വീട്ടിലോട്ട്. കള്ള് കുടിച്ചിട്ട് അവനൊക്കെ എവൻ്റെ വീട്ടിലല്ലേ പോകുന്നത്, കണ്ടവൻ്റെ വീട്ടിൽ പോയി കയറുന്നില്ലല്ലോ. അപ്പോൾ ഈ കാണിക്കുന്നതൊക്കെ ഒന്നാന്തര അഭിനയമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, അവൾ കുടിച്ചു, അവൾ പെടുത്തു, അവൾ തൂറി. രണാസുന തൂറാൻ പോയാൽ
ഉടനെ വീഡിയോ എടുക്കാൻ പോയ ഉടനെ എന്താണ് വെള്ളരിക്കപ്പെട്ടണോ? അതൊരു പെണ്ണാണ്, അവളെങ്ങനെയാണ് അവളെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. നിങ്ങൾ അവളെ വെറുതെ വിട്. നിങ്ങളെ വഴി വേറെ ഈ നാട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പിടിച്ചു പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊക്കെ പോയി വീഡിയോ എടുത്തിട്ട് കണ്ടൻറ് ഉണ്ടാക്കി പണം ഉണ്ടാക്കാൻ നോക്ക്. അല്ലാതെ ഒരു കുടുംബത്തിനെ നശിപ്പിച്ചുകൊണ്ട് പണം ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഒരു കുടുംബം ആകുമ്പോൾ അങ്ങനെയാണ്, പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ചട്ടിയും കലം ആകുമ്പോൾ തട്ടിയും മുട്ടിയിരിക്കും. അമ്മയും മക്കളുമായിട്ട് പല വ്യത്യാസങ്ങളുണ്ടാവും. കാര്യത്തോടെ എടുക്കുമ്പോൾ അവരെ ഒന്നിക്കത്തുള്ളൂ, നിങ്ങൾ പുറത്തേ നിൽക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആ കുട്ടിക്ക് 10-18 വയസ്സ് അല്ലെങ്കിൽ അതിലേറെ വയസ്സായി കാണും. ആ കുട്ടിക്ക് അറിവായി. ആ കുട്ടിയുടെ കാര്യം നോക്കി അങ്ങ് ജീവിച്ചോളൂ. ഇനി ആ കുട്ടി ആരും പോയി ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അത് പ്രായപൂർത്തിയായ ഒരു ആൺകുട്ടിയാണ്. അത് അതിൻ്റെ കാര്യം നോക്കി അമ്മയോട് എങ്ങനെ സംസാരിക്കണം, വീട്ടുകാരോട് എങ്ങനെ സംസാരിക്കണം, അവരെങ്ങനെ സ്നേഹിക്കണം, അതൊക്കെ അവനറിയാം. അവൻ്റെ അനിയനെ നോക്കണം, ആ ചുമതല അവനാണെന്നൊക്കെ അവനറിയാം. അവൻ ജീവിച്ചോളൂ. നിങ്ങളാരും പോയിട്ട് അവൻ്റെ സങ്കടം മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചാനൽ തുറന്ന രണാസുന മടുത്തു. ഈ രണാസുനയെ കണ്ട് അവൾക്ക് എന്താ 2 കൊമ്പുണ്ടോ? സ്പെഷ്യലായിട്ട് വല്ലതും മുളയ്ക്കുന്നുണ്ടോ? അവളൊരു മോതിരം ഇട്ട ഉടനെ വയറിൽ, അവളൊരു പുതിയ ഡ്രസ്സ് ഇട്ട ഉടനെ എന്ത് നയൻതാരയാണ്? വല്ലാത്ത സംഭവം തന്നെ. ഫോണിനെ അടിച്ചു പൊട്ടിക്കാൻ തോന്നും ചില സമയത്ത്. ഫോണ് തുറന്ന രണാസുന. അതല്ലാതെ നിങ്ങൾക്ക് വേറെ കണ്ടൻറ്റൊന്നും നിങ്ങളില്ല. കാണാൻ പറ്റുമെങ്കിൽ കണ്ടാൽ മതിയേ, കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടാൽ മതിയേ. പറ്റില്ലടാ കേൾക്കാൻ, ഞങ്ങൾക്ക് പറ്റില്ല കേൾക്കാൻ. നിൻ്റെയൊക്കെ വീഡിയോകൾ കേൾക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. 24 മണിക്കൂറും ഫോൺ തുറന്ന ഒരു രണാസുന മാത്രമേ ഉള്ളൂ. കലിപ്പാണ്. കലിപ്പ് കയറിയിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എനിക്കിത് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ്